ഒടുവിൽ കേരളത്തിലെ ജനം പറഞ്ഞു കടക്ക് പുറത്ത്. LDFന് വലിയ നിരാശയാണ്. മാത്രമല്ല ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പോലും ഇത്രയും വോട്ടിന് പിന്നിലാണ് എന്നുള്ള കാര്യം കേരള ചരിത്രത്തിൽ തന്നെ ഇത് നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ് എന്നാണ് പലരും വിലയിരുത്തുന്നത്. കാരണം UDF ഇത്രയും അധികം മുന്നിട്ട് നിൽക്കുമ്പോഴും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി എങ്കിലും ഒന്ന് മുന്നിട്ട് നിൽക്കുമെന്ന് പലരും വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് പോലും തിരിച്ചടിയാണ്. കേരളത്തിലെ ജനം ഒറ്റ വാക്കിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഈ ഗതി വന്നത് എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ജനത്തിന് അത്രമാത്രം ബുദ്ധിമുട്ടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയണം. ജനത്തിന് ജോലിയില്ല, സാമ്പത്തികമായ സഹായമില്ല, വാഗ്ദാനങ്ങൾ മാത്രം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്നും ഒരു മോചനം ഇനി കേരളത്തിന് ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ നിങ്ങൾ കാണുന്നതെന്ന് ഒന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. കാരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു ഭരണമാറ്റമാണിത്. LDF 10 വർഷം തുടർച്ചയായി ഭരിച്ച് കേരളത്തിന് ഒന്നും തന്നെ നൽകിയില്ല. ഇനി UDFൽ മാത്രമേ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത്രയും സീറ്റ് മുന്നിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. എന്തിന് മുഖ്യമന്ത്രി പോലും പരാജയപ്പെടുന്ന ആ ഒരു സമയമാണ് ഇന്ന് LDFനെ ബാധിച്ചിരിക്കുന്നത്. ഞങ്ങൾ തന്നെ വീണ്ടും തുടർ ഭരണത്തിൽ ഉണ്ടാവുമെന്ന് ഭയങ്കര വിശ്വാസത്തിലൊക്കെയാണ് LDFന്റെ പല സ്ഥാനാർത്ഥികളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറിച്ചാവട്ടെ UDF വൻ കുതിപ്പാണ്, ചരിത്ര വിജയം എന്നൊക്കെ പറയുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.